ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഫുൾ ചിക്കൻ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. നമ്മളുടെ നാടൻ മസാലകളൊക്കെ പുരട്ടിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അടിപൊളി ടേസ്റ്റായിരുന്നു, എന്നാൽ ഈസി ആയിരുന്നു. അതപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒന്നര കിലോയുടെ ചിക്കനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ സ്കിന്നൊന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഫ്രൈ ചെയ്യുമ്പോൾ. ഫ്രൈ ചെയ്യാനുള്ള മസാലകൾ നമുക്ക് ആദ്യം വറക്കണം. അതിന് മല്ലി, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു, പെരിഞ്ജീരകം, ബേ ലീഫ്, പിന്നെ അതിൻ്റെ കൂടെ മുളക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് എരിക്കനുസരിച്ചിട്ട് വേണം ഇടാൻ. കുരുമുളക് ഇട്ടിട്ടുണ്ട്. അപ്പം അതെല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് എല്ലാം നല്ല മൂത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഒരു മിക്സിയിൽ വെച്ച് പൊടിച്ചെടുക്കണം. ആദ്യം ഇതിനകത്ത് പട്ട ഇട്ടിട്ടുണ്ട്, പിന്നെ തക്കോലം ഉണ്ട്, പിന്നെ ഒരു ജാതിപത്രിയുടെ ചെറിയൊരു പീസ് അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഈ മസാല ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് വറക്കാൻ. അപ്പം നമ്മൾ ഇത് പൊടിച്ചതാ മസാലയായിട്ട് വന്നല്ല. അതിൻ്റെ കൂടെ നമ്മൾ വെള്ളക്കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി, തൈര് ഇതെല്ലാം കൂടെ ഇട്ട് അരയ്ക്കണം. അതിൻ്റെ കൂടെ പുതിന ഇലയും മല്ലി ഇലയും കൂടെ ചേർത്ത് വേണം അരച്ചെടുക്കാൻ. എന്നുവെച്ചാൽ ഇതൊരു പേസ്റ്റാക്കി എടുക്കണം. നമ്മൾക്ക് ആ ചിക്കനിൽ പുരട്ടി വെക്കണം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേണം നമുക്ക് പേസ്റ്റാക്കി എടുക്കാൻ. ഇപ്പോൾ ഇതാ ഇതൊരു നല്ലൊരു പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് അരയ്ക്കുന്ന സമയം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ ലാസ്റ്റാണ് ഉപ്പിട്ട് കൊടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിക്കനിൽ നല്ല പുരട്ടി വയ്ക്കണം. ഞാൻ ചിക്കനിൽ ഇടയ്ക്ക് അവിടെ ഇവിടെ എല്ലാം പിച്ചാത്തി വെച്ചിട്ട് വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം നല്ല നമുക്ക് ഈ മസാല പുരട്ടി കൊടുക്കണം. എന്നിട്ട് 1 മണിക്കൂർ നമ്മൾ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ മസാല ചിക്കനിൽ കംപ്ലീറ്റ് ആയിട്ട് പിടിക്കത്തുള്ളൂ. അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് വേവിക്കണം. എന്നുവെച്ചാൽ ഈ അരപ്പിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മൾ ഈ അരപ്പ് എടുത്ത ആ പാത്രത്തിലുള്ള വെള്ളം ഇങ്ങനെ കുറച്ചൊഴിക്കണം. കുറച്ചൊഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീരൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ തന്നെ ചിക്കനല്ലേ എളുപ്പം പെട്ടെന്ന് വേവും. 2 സൈഡും മറിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കണം. അതിന് ശേഷം ഞാനിവിടെ ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ട് കുറച്ച് കരിയാപ്പില വെച്ച് കൊടുത്തു. എന്നുവെച്ചാൽ ഈ ചിക്കനിൽ സ്കിന്നുള്ളതുകൊണ്ട് ആ സ്കിന്നിൻ്റെ നെയ്യൂടെ വരും. അപ്പം അതിനനുസരിച്ചിട്ട് വേണം വെളിച്ചെണ്ണ ഒഴിക്കാൻ. ഇത് ഓൾമോസ്റ്റ് ഇപ്പം നമ്മൾ വേവിച്ച് വെന്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്യണം. എല്ലായിടും നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റുമായിരുന്നു. നമ്മൾ ഫ്രഷായിട്ട് മസാലയെല്ലാം വറുത്ത് പൊടിച്ച് ഇതിൽ പുരട്ടി റെസ്റ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തപ്പം ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. നമ്മളെപ്പോഴും ഫ്രൈ ചെയ്യുന്നതിൽ നിന്ന് വേറൊരു ടേസ്റ്റായിരുന്നു ഇതിന്. അപ്പോൾ നമ്മളുടെ ഫുൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. അതിനകത്ത് മസാലയൊക്കെ ആവശ്യത്തിനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ സവാളയും കുറച്ച് കുക്കുംബറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.